ഹലോ എവരി വൺ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ജാൻസീസ് ഹോംലേറ്റ്സ്. ജാൻസീസ് ഹോംലേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഴങ്കഞ്ഞിയാണ് കേട്ടോ. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ മക്കൾക്കൊന്നും ഈ പഴങ്കഞ്ഞിയുടെ മഹാത്മ്യം എന്തെന്ന് അറിയുന്നുണ്ടാവില്ല. ഞാൻ തന്നെ അറിഞ്ഞത് ഇത്രയും പ്രായമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ഒക്കെ എനിക്കും മനസ്സിലായത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കക്കാർ വരെ അംഗീകരിച്ച ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അത് ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പഴങ്കഞ്ഞി കഴിക്കണമെന്ന് പറയുന്നത് അതിൽ നല്ല ഇനം ബാക്ടീരിയാസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയ ചോറ് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ അതിൽ നല്ലതരം ബാക്ടീരിയകളുണ്ടാവും. അതാണ് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്കത് ഗുണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ കൊറോണയൊക്കെ വന്ന നിലയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പനി വന്നു, ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. പനി മാറിയാലും പിന്നെ ചുമ നിലനിൽക്കും. ചുമ മാറണമെങ്കിൽ ചിലപ്പോൾ 2 ട്രിപ്പ് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതായി വരും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഇത്രയധികം കഴിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള നല്ല ബാക്ടീരിയകളും പൊട്ട ബാക്ടീരിയകളും എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും നല്ല ബാക്ടീരിയ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പഴങ്കഞ്ഞി, തൈര് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് ഈ പഴങ്കഞ്ഞി എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ. ഈ പഴങ്കഞ്ഞിയെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനതത്ര കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അമ്മാമ്മ, അതായത് അമ്മാമ്മ 104 വയസ്സിലാണ് മരിച്ചു പോയത്. അമ്മാമ്മയുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഈ പഴങ്കഞ്ഞിയായിരുന്നു. അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് അമ്മാമ്മ ഇങ്ങനെ ഈ പഴങ്കഞ്ഞി കഴിക്കുന്നതായിട്ട്. അമ്മാമ്മയ്ക്ക് മരിക്കുന്ന സമയത്തും 104 വയസ്സിലാണ് അമ്മാമ്മ മരിച്ചത്. മരിക്കുന്നതായ സമയത്ത് പ്രഷറോ കൊളസ്ട്രോളോ ഡയബറ്റിക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മാമ്മ എന്തെങ്കിലും കണ്ണിൽ നിന്ന് വെള്ളം വരികയോ കണ്ണിൽ ചെറിയ പഴുപ്പ് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അടുത്ത് തന്നെയുള്ള ഹോമിയോ ഡിസ്പെൻസറിയിൽ, അത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയാണ്, അവിടുന്ന് എന്തെങ്കിലും ഡ്രോപ്സ് വാങ്ങി കണ്ണിലൊഴിക്കുക, അതുമാത്രമേ അമ്മമ്മ ചെയ്തിരുന്നുള്ളൂ. ഈ പഴങ്കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നതിനായിട്ട് ചോറ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഒരു മൺപാത്രത്തിൽ നമ്മൾ അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇതൊരു മണ്ണിൻ്റെ പാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. ചോറ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. പുറത്ത് നല്ല ഭദ്രമായിട്ട് നമ്മൾ അടച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് നല്ല തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു 18 ചെറിയ ചുവന്നുള്ളി, പിന്നെ 3 ഇതള് വേപ്പില. ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അത് ഞാൻ റോക്ക് സോൾട്ടാണ് ഇടുന്നത്. ഇന്ദുപ്പ് എന്ന് പറയില്ലേ, റോക്ക് സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേപ്പില കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നമുക്ക് നല്ല വേപ്പിലയുടെ ഗുണങ്ങളും കിട്ടുമല്ലോ. ഇനി കുറച്ച് തൈര് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലൊക്കെ നമ്മൾ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. കഞ്ഞി, തൈര് ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ പ്രഷറൊക്കെ ഉള്ളവർ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇത് നമുക്ക് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ പഴങ്കഞ്ഞിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴങ്കഞ്ഞിക്ക് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കണ്ണിമാങ്ങ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായി. എല്ലാവരും നമ്മളുടെ പരമ്പരാഗതമായ ഈ കഞ്ഞി കഴിച്ചു നോക്കണം, ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കും കൊടുക്കണം. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു.